ഓടിച്ചാടിയാണ് അവൻ പേപ്പറും കൊണ്ടുവന്നത്. അപ്പൊ ദാ നമ്മള് കടത്ത് കടന്ന് പോവാണ് ജോക്കുട്ടിനെ വിളിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവന് പേപ്പർ കിട്ടിയ സന്തോഷമാണ് അവൻ കാണിച്ചത്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞങ്ങളിതാ ഔസേപ്പിതാവിന്റെ നേർച്ച കഴിക്കാം, ജോക്കുട്ടിനെ വിളിക്കാം എന്ന് കരുതി നമ്മൾ പോവാണ്. അപ്പൊ ജോക്കുട്ടൻ എന്താ ഓടി വരികയാണ്. വീട്ടിൽ പോയി കാണിക്കാൻ മുത്തേന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അവൻ അവിടെ വെച്ച് തന്നെ നോക്കണം, അവിടെ വെച്ച് തന്നെ കാണണം. അപ്പൊ എല്ലാത്തിനും 50-50 ഉണ്ട്. സന്തോഷമായി. പക്ഷെ ഒരു എക്സാമും കൂടി കഴിയാനുണ്ട്. അതിപ്പോ നാളെയാണ് കഴിയുക. അപ്പൊ ഞങ്ങളിതാ മാർക്കൊക്കെ കിട്ടിയ സന്തോഷത്തിൽ അവനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. 50-50 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അന്നക്കുട്ടി അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിത് അവിടെ അടുത്ത തന്നെയുള്ള പള്ളിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇന്ന് മാർച്ച് 19 ഔസേപ്പിതാവിന്റെ ഊട്ട് തിരുനാളാണല്ലോ. അപ്പൊ നമ്മൾ ചെന്നപ്പോഴത്തേനും അവിടുത്തെ ഫസ്റ്റ് സദ്യ, അതായത് ഫസ്റ്റ് പന്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡും ചോറ്, പപ്പടം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാനും ഏട്ടനും കൊച്ചും മോളും ഞങ്ങൾ 4 പേരും വയറ് നിറച്ച് കഴിച്ചു. ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് ജോക്കുട്ടന് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ വിഭവങ്ങളൊന്നും കഴിക്കില്ല എങ്കിലും ഈ സദ്യയായിട്ട് കഴിക്കാൻ അവന് ഭയങ്കര താല്പര്യമാണ്. പിന്നെ പായസം അവൻ്റെ ഫേവറേറ്റ് ആണ്.